ഹലോ വാം ഗുഡ് ഈവനിങ്. ഓക്കെ, അസർബൈജാൻ പോയ വീഡിയോസ് ഒന്നും ഇതുവരെ പോസ്റ്റ് ചെയ്ത് തീർന്നില്ല. അടുത്ത ട്രിപ്പ് പോകാറായപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ഓർത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കുവിൽ മെയിനായിട്ട് കാണുന്നുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഇത് ലാസ്റ്റ് ഇയർ ഡിസംബർ ജാൻ ആ ഒരു ടൈമിലെ വെതറാണ് അവിടുത്തെ. എന്നിട്ട് ഇതാ പ്രാവ് കുട്ടികളുണ്ട്. നമുക്ക് ഈ പ്രാവുകളെ ഫീഡ് ചെയ്യുന്നത് ഇവിടെ അത് കുറ്റം ഒന്നുമല്ല കേട്ടോ, വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. കുറച്ച് സോവിനിയർ ഷോപ്പിലൊന്ന് കയറി എല്ലാത്തിനും ഒരു 5 മനാത്ത്, അതാണ് ഏറ്റവും ചെറിയ പ്രൈസ്. 5 മനാത്ത് എന്ന് പറയുമ്പോൾ 5 × 50 250 റുപ്പീസാണ് ഓരോ കീ ചെയിനും. പക്ഷേ ഇതൊന്നും ആ വിലയല്ല, ഇതൊക്കെ ഒരു ചിലപ്പോൾ 5 ആയിരിക്കില്ല, 20 മനാത്ത് അങ്ങനെയൊക്കെ വരും. അതിന് റേറ്റ് കൂടുതലാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസാണ് ഞാൻ പറഞ്ഞത്, 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർക്ക് ഇഷ്ടംപോലെ ഈ പോട്രി, ക്രോക്കറി അങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ട്. അവരുടെ ആർക്കിയോളജിക്കൽ മ്യൂസിയംസിൽ പോയപ്പോഴും അതായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടത് എല്ലാത്തിനും. അപ്പം ഇന്ന് നമ്മൾ അവരുടെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ പോവുകയാണ്. ഇത് അവരുടെ ഒരു സ്റ്റേറ്റ് ഗവേണിംഗ് ബോഡിയും കൂടെ ആയിരുന്നു പണ്ട്. ഇപ്പോഴത് ആർക്കിയോളജിക്കൽ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അത് മ്യൂസിയമായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഓരോ ശിലായുഗത്തിൽ ഓരോ യുഗങ്ങളിലൊക്കെ കിട്ടുന്ന അതിൻ്റെ എൻട്രി ടിക്കറ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ 20 മനാത്ത് അങ്ങനെ എന്തോ ആണ് ഒരാൾക്ക്. അതായത് 1000 രൂപയായിരുന്നു ഒരാളുടെ എൻട്രി ഫീ. ഞങ്ങൾ 2 പേരുമാണ് ആ ഫോട്ടോ ഇപ്പോൾ പോയത്. ഇത് അവരുടെ തന്നെ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒത്തിരി പോട്രി, അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഡിഗ് ചെയ്തെടുത്തിട്ടുള്ള കല്ലുമാല, അവരന്ന് യൂസ് ചെയ്തിട്ടുള്ള വെപ്പൻസ്, ആമേഴ്സ്, അതൊക്കെയാണ്. ഈ അവശിഷ്ടങ്ങളുടെ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ഇതിൽ. അതിലിഷ്ടംപോലെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മൾ ടർക്കിഷ് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്നതൊക്കെ ഇതിനോട് സാമ്യമുള്ള ഓർണമെൻറ്റ്സാണ്. ഇത് കണ്ടോ, മരിച്ചു കഴിഞ്ഞിട്ട് അവരൊരു കുടത്തിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് കുഴിച്ചിടുന്ന ഒരു ടെക്നിക്ക് അവർക്ക് ഉണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോസ്. ഇത് കുറച്ച് ഒരു 5 മിനിറ്റിനകത്ത് ഞാൻ കാണിക്കുകയാണ്. കുരിശൊക്കെ അവിടെ കിടപ്പുണ്ട്. കാരണം ഇവിടെ 2 റിലീജിയൻ്റെ മിക്സാണ്. ഇതൊക്കെ മരണശേഷം അവർ കുഴിച്ചിടുന്ന ബോഡീസാണ്. ഇത് ആക്ച്വലി അവിടെ അർമേനിയയുടെ ഭാഗം ഉള്ളത് കൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെയും, എന്നാൽ മെജോറിറ്റി മുസ്ലിംസാണ് ഇപ്പോൾ. അപ്പോൾ ആ 2 റിലീജിയൻ്റെയും മിക്സാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് അവർ ബൈബിളും ഖുറാനും ഒരുപോലെ റീഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറെക്കുറെ അവിടെ കണ്ടത്. അവരുടെ ലിപി അറബി ഭാഷയോട് സാമ്യമാണെങ്കിലും അത് വായിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയോട് സാമ്യം. കാരണം ഇവർക്കൊരു റഷ്യൻ അഭിനിവേശം, ഇവർ സോവിയറ്റിൻ്റെ ഭാഗമായിരുന്നല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു മിക്സ് ഓഫ് കൾച്ചറാണ്. ഈ 3 സ്ഥലങ്ങളുടെയും കൾച്ചർ നമുക്ക് കാണാം. ഇത് അവിടുത്തെ ആർക്കിടെക്റ്റാണ്. ഇത് പോട്രിയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട കുറച്ച് സാധനങ്ങളും ഒക്കെയാണ്. ഇവിടെ നമുക്ക് കുറേ നടന്ന് ക്ഷീണിച്ച മ്യൂസിയത്തിൽ ഇരിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ആ രീതിയിൽ നല്ല. ഇത് അവിടുത്തെ സെറ്റിൽമെൻറ്റിന് ഉപയോഗിച്ചിരുന്ന പൈപ്പ്, വസ്ത്രങ്ങൾ, അങ്ങനത്തെ ഉള്ളതൊക്കെയാണ്. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ കൊലുസിൻ്റെ ഫോട്ടോ കാണിക്കും. അതെന്തെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ മ്യൂസിയത്തിൽ ഇങ്ങനെ ഒത്തിരി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് 2 വഴിയിലേക്ക് പോയി. ഞാനിങ്ങനെ ഈ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് പതിയെ വന്നിട്ട് വേറെ ഏതോ റൂമിലേക്കൊക്കെ കയറിപ്പോയി. അപ്പോൾ എന്നെ 2 ലേഡി ഒഫീഷ്യൽസ് അവിടെ പിടിച്ച് നിർത്തി. എന്നിട്ട് വെച്ചു, ഇതെന്താ കാലിട്ടിരിക്കുന്നത്, നിങ്ങൾ ഏത് രാജ്യത്തു നിന്നുള്ളതാണ്? ഇന്ത്യൻ ആണെന്ന് പറഞ്ഞ്, ഇന്ത്യൻ വുമൻ സ്വർണം കാലിൽ ധരിക്കുമല്ലേ, അങ്ങനെ ചോദിച്ചു. അങ്ങനെ, പക്ഷേ ഇന്ത്യൻ വുമൻ ധരിക്കില്ലല്ലോ എന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചില കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും, അവർ ചിലപ്പോൾ ലക്ഷ്മി ദേവി കാലിൽ ധരിച്ചുകൂടാ എന്നൊക്കെ വിശ്വസിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ചിട്ട് വിട്ടു. ഞാനാദ്യം വിചാരിച്ചു ഈ ഷൂസ് എങ്ങനെ ഇവിടെ ഇട്ടൂടെ, ഇനി അതുകൊണ്ടായിരിക്കുമോ. ഇഷ്ടംപോലെ ഗോൾഡ് കേട്ടോ. അവർക്ക് ഗോൾഡ് ഇങ്ങനെ കുഴിച്ചെടുത്ത് കിട്ടിയപ്പോഴും ആ ഡിസൈൻ പോലും പോലാത്ത നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കൊള്ളാം. ഒരു പെൺകുട്ടീൻ്റെ കല്യാണം നടത്താൻ മാത്രമുണ്ട്. ഇതൊരു വാക്കിംഗ് മ്യൂസിയം ആണെങ്കിലും കുറച്ചും ചില പാർട്സ് അവിടെ റണ്ണിങ് ആണ്. അതായത് നമ്മുടെ ഷാർജയിലൊക്കെ ഉള്ള മ്യൂസിയം മാതിരി ഈ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യും. അവർ പഴയ ശിലായുഗത്തെ മനുഷ്യരെയൊക്കെ വെച്ചിട്ട് അതിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണിക്കും. ഇങ്ങനെ ഒരു മൂവിങ് മ്യൂസിയം കുറച്ച്. പക്ഷെ നമുക്ക് അവിടെ വീഡിയോസ് അധികം അലൗഡ് അല്ല. ഫോട്ടോസിന് പ്രത്യേകം പൈസ ഒന്നും കൊടുക്കേണ്ട, വീഡിയോസ് എടുക്കാനും പറ്റത്തില്ല. അപ്പം അങ്ങനെയായിരുന്നു അവിടുത്തെ രീതി. കമ്മ്യൂണിസ്റ്റിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവർ പണ്ട് സോവിയറ്റിൻ്റെ ഭാഗമായിരുന്നല്ലോ. ആ ഡ്രസ്സ് കണ്ട് എന്നാ ഒരു ഭംഗിയാണ്. അവർക്കൊരു ജിനോയ്സൈഡിനെ പറ്റി പറയുന്നുണ്ട്. അർമേനിയ അവരും തമ്മിലുള്ള അടി ഉണ്ടായ ആ ജിനോയ്സൈഡാണ് കാണിക്കുന്നത്. പാലസിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻസ് കണ്ട്. എൻ്റെ കൊലുസിൻ്റെ പടം ഞാൻ പറഞ്ഞില്ലേ, ഈ സമയത്ത് എനിക്ക് വഴക്കിട്ട്, പക്ഷേ അവരുടെ വഴക്കല്ല, ഞാൻ പേടിച്ചു പോയത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ മിനിയേച്ചർ ബുക്ക് മ്യൂസിയത്തിലേക്കാണ് പോയത്. ഭയങ്കര ചെറിയ ബുക്സ്, അതായത് 1 മില്ലിമീറ്ററോളം അതിലെല്ലാ പേജും ഉണ്ട്. ജസ്റ്റ് ഫോട്ടോ മാത്രമല്ല, എല്ലാ പേജും ഉണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ 5-6 മാസം മുന്നേ ചെയ്തിരുന്നു. നിങ്ങൾക്ക് എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ മിനിയേച്ചർ ബുക്ക് മ്യൂസിയം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്രേ ഉള്ളൂ.